പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഇന്ന് നല്ല രാത്രിയിൽ എല്ലാ ഭാരങ്ങളും കർത്താവിന്റെ പാദങ്ങളിൽ വെച്ചിട്ട് ജീവനുള്ള യേശു ക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ട് ആരാധനയിലേക്ക് പ്രവേശിക്കാം. യേശുവേ, എൻ ശക്തിയും ബലവും ജീവിതയാത്രയിൽ തുണയും, തകർന്ന വേളയിൽ താങ്ങായ, വൻ കണ്ണീരിൻ രാത്രിയിൽ കാവലായവൻ. ഹല്ലേലൂയ. ഇയ്യോബിൻ ദൈവം ഇന്നും ജീവിക്കും. നഷ്ടങ്ങൾക്കപ്പുറം അനുഗ്രഹം നൽകും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ആ കർത്താവ് മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. താങ്ക് യു ലോർഡ് ജീസസ്. വീണു പോയാലും ഉയർത്തിടുന്ന ആ നല്ല കർത്താവ്, തോറ്റവനെ ജയിപ്പിച്ചിടുന്നവൻ, നിരാശയുടെ മേഘം മാറ്റിടും, പ്രത്യാശയുടെ വെളിച്ചം നൽകിടും. യേശുവേ, നീ ജീവനാ ദൈവം, എൻ പ്രത്യാശയും രക്ഷകനും. ഹല്ലേലൂയ. ആമേൻ. പാടിടാം യേശുനാമം, ഉയർത്തിടാം യേശുനാമം. നിത്യജീവൻ നൽകുന്നവനെ എന്നും എന്നേക്കും നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, എൻ ശക്തിയും ബലവും ജീവിതയാത്രയിൽ തുണയിൽ, തകർന്ന വേളയിൽ താങ്ങായവൻ, കണ്ണീരിൻ രാത്രിയിൽ കാവലായവൻ. ഇരുകരങ്ങൾ ചേർത്തടിച്ച് നന്ദിയോടെ ഇയ്യോബിൻ ദൈവം ഇന്നും ജീവിക്കും. നഷ്ടങ്ങൾക്കപ്പുറം അനുഗ്രഹം തരും. വീണു പോയാലും ഉയർത്തിയിടുന്നവൻ, തോற்றവനെ ജയിപ്പിച്ചിടുന്നവൻ. നിരാശയുടെ മേഘം മാറ്റിടും, പ്രത്യാശയുടെ വെളിച്ചം നൽകിടും. യേശുവേ, നീ ജീവനാം ദൈവം, എൻ പ്രത്യാശയും രക്ഷകനും. ഹല്ലേലൂയ. പാടിടാം യേശുനാമം, ഉയർത്തിടാം. നിത്യജീവൻ നൽകുന്നവനെ എന്നും എന്നേക്കും ആരാധിക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ആ കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുന്നുണ്ട്? പകലിന്റെ മണിക്കൂറുകളിൽ കാലുകല്ലിൽ തട്ടാതെ കാലിലെ വീഴ്ചയിൽ നിന്ന്
കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചവനായ ആ കർത്താവിനെ ഇന്ന് രാത്രി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം, ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് ലൈവിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിയിച്ചുകൊണ്ട്, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും ഈ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെന്നെണ്ണി എന്നെയും കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന സർവ കൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ലോകരാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സന്ദേശം ശ്രവിക്കുന്ന, വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ ദൈവവചനം കേൾക്കുവാനും പ്രാർത്ഥനയിൽ പങ്കുചേരുവാനും വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, മാതാപിതാക്കളെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കളെയും, രോഗികളായി ആവശ്യഭാരങ്ങളാൽ തകർന്നിരിക്കുന്നവരെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് ദൈവം നിങ്ങളോട് ആമേൻ പറയുവാൻ, അല്ലെങ്കിൽ നിങ്ങളോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന ആ വേദഭാഗം ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായം 12 വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിക്കാൻ മാത്രമല്ല, അതിജീവിക്കുവാൻ ആവശ്യമായ ശക്തിയും ബലവും ആമേൻ ദൈവം നൽകും. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കണം. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കണം എന്ന് ചിന്തിക്കുന്നവരാ ബഹുഭൂരിപക്ഷം ആളുകൾ. ഹല്ലേലൂയ. നാം ഭക്ഷിക്കുന്നതും ആമേൻ, നാം വസ്ത്രം ധരിക്കുന്നതും ആമേൻ, നാം സമ്പാദിക്കുന്നതും എല്ലാം ജീവിക്കുവാനാണ്. ഹല്ലേലൂയ. എന്നാൽ ജീവിക്കാൻ മാത്രമല്ല, അതിജീവിക്കുവാൻ ആവശ്യമായ ശക്തിയും ബലവും നൽകുന്നവനാ ദൈവം. എന്താ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ? ജീവിക്കുവാൻ ആഗ്രഹിച്ച് ആമേൻ ബന്ധപ്പെടുന്ന അനവധി വ്യക്തിത്വങ്ങളുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, പ്രയത്നിക്കുന്നവരുണ്ട്. വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് ഉന്നത ആമേൻ വിജയം ആമേൻ അവർ ലക്ഷ്യമിട്ട് അവർ കഠിന പ്രയത്നം ചെയ്യുകയാ. ആമേൻ അവർ ക്ലാസ് മിസ്സാക്കാതെ ക്ലാസ്സിൽ കടന്നുപോയി ആമേൻ അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആമേൻ അവർ ഹോംവർക്ക് ചെയ്ത് അവർ കഠിന അധ്വാനം ചെയ്യുകയാ. എന്തിനു വേണ്ടി? ആമേൻ ജീവിക്കുവാൻ, അവർ ആഗ്രഹിക്കുന്ന ആ ഉന്നമനത്തിലേക്ക് എത്തുവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും ആമേൻ ആഗ്രഹിക്കുന്നത് പോലെ ആമേൻ പഠിക്കുവാൻ കഴിയാതെ രോഗികളായി ആമേൻ മാറുന്നു, ബലഹീനരായി മാറുന്നു, വിവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. ആമേൻ അവർക്ക് ആഗ്രഹിക്കുന്നത് പോലെ ക്ലാസ്സിൽ പോകുവാനോ, ക്ലാസ്സിൽ പോയാൽ തന്നെ ആമേൻ അതെ ശ്രദ്ധിക്കുവാനോ കഴിയാത്ത നിലകളിൽ മാനസികമായും ശാരീരികമായും തകർന്നിരിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ. അതുപോലെ ആമേൻ ജോലി മേഖലയിൽ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ കിടന്ന പായിൽ നിന്ന് എഴുന്നേറ്റ് അതിരാവിലെ ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് കിടന്ന എത്രയോ പ്രിയപ്പെട്ടവർ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാതെ രോഗികളായി മാറ്റപ്പെട്ടു, കൈകാലുകൾ തകർന്നവരായി ആമേൻ അതേ അവയവങ്ങൾ നഷ്ടപ്പെട്ടവരായി മാരക രോഗികളായി കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ ഇങ്ങനെ പലരും ആമേൻ മേഖലയിൽ മുന്നേറുവാൻ കഴിയാതായിരിക്കുമ്പോൾ ഇന്ന് രാത്രി അങ്ങനെയുള്ള മേഖലകളെ അതിജീവിക്കുവാൻ ആവശ്യമായ ശക്തിയും ബലവും നൽകുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഹല്ലേലൂയ തിരുവചനത്തിലൂടെ നാം ധ്യാനിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായം അതിന്റെ 12 വാക്യം വായിക്കാം. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. ആമേൻ. ഹല്ലേലൂയ. മതി. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ നാം
ആമേൻ വായിച്ചു കേൾക്കപ്പെട്ട തിരുവചനം ഇങ്ങനെയാണ്. ആമേൻ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. 2025 2026 ആമേൻ 5 മാസം പിന്നിട്ട് ഇത് 6-ാം മാസത്തിൽ ആമേൻ കഴിഞ്ഞ 5 മാസത്തേക്കാൾ അധികമായി. ഹല്ലേലൂയ. ആമേൻ നിന്നെ അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവം. ഹല്ലേലൂയ. ഇന്നലകളിൽ ഇയ്യോബിന്റെ ആമേൻ ജീവിതത്തിൽ അനുഭവിച്ച ആ കഷ്ടതകളെ ആമേൻ മറക്കത്തക്ക വിധത്തിൽ ആമേൻ ആ മുൻകാലങ്ങളിൽ അനുഭവിച്ച വേദനകളെ മറക്കത്തക്ക വിധത്തിൽ ആമേൻ സന്തോഷിപ്പാൻ ഇടയാകത്തക്ക വിധത്തിലുള്ള ഒരു അനുഗ്രഹം ഇയ്യോബിന്റെ മേൽ പകർന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ജീവിതത്തിൽ തോറ്റുപോയവനോട് ദൈവം സംസാരിക്കുന്നു. ഏതൊക്കെയോ മേഖലകളിൽ തോറ്റുപോയ ചില പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, പരാജയപ്പെട്ടു പോയ ചില പ്രിയപ്പെട്ടവർ, വിദ്യാഭ്യാസത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ, കുടുംബ ജീവിതത്തിൽ ആമേൻ പരാജയപ്പെട്ടവർ, തോറ്റുപോയവർ, ഇന്ന് രാത്രി അങ്ങനെ ആയിരിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവം സംസാരിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹിതാ, ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ദൈവം നിന്നോട് സംസാരിക്കുവാൻ പോകുന്നു. ഇന്ന് ഈ ലൈവ് കേൾക്കുന്ന ചിലർ പറയുന്നുണ്ടാകാം, ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തി, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല, എന്റെ ജീവിതം അവസാനിച്ചു. എന്നാൽ ദൈവം പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിലൂടെ, ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ശക്തി നൽകുന്നു, ബലഹീനന് ബലം വർദ്ധിപ്പിക്കുന്നു. ആമേൻ. നീ അവസാനിച്ചു എന്ന് കരുതുന്നിടത്താണ് ദൈവം ആരംഭിക്കുന്നത്. ആമേൻ. തീർന്നു എന്ന് ചിന്തിച്ച് ആമേൻ ക്ഷീണിച്ചിരിക്കുന്ന ചില ജീവിതങ്ങളോട് ഇന്ന് രാത്രി ദൈവം ഇടപെടുകയാ. വായിച്ചാട്ട്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചും തളർന്നു പോകും. പലരും ക്ഷീണിച്ചും തളർന്നു പോകും. അതേ, ബലമുള്ളവർ ബാല്യക്കാർ ക്ഷീണിച്ചും തളർന്നു പോകും. യൗവനക്കാരോ ഇടറി വീഴും. യൗവനക്കാരോ ഇടറി വീഴും. ഇന്ന് യൗവനക്കാരാ ഇടറിക്കൊണ്ടിരിക്കുന്നത്. അവർ പലതും പറഞ്ഞ് വഴക്കിട്ട് ആമേൻ അവർ എന്ത് ചെയ്യാ, ഇടറി വീണുകൊണ്ടിരിക്കുകയാ. ആമേൻ. യൗവനക്കാരായിരിക്കുന്ന യുവതി യുവാക്കന്മാർ തകർന്നുകൊണ്ടിരിക്കുമ്പോ, വിദ്യാഭ്യാസത്തിൽ, കുടുംബജീവിതത്തിൽ, ജോലി മേഖലയിൽ ആമേൻ അവർ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ, വചനം പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തകർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇയ്യോബിന്റെ ഹല്ലേലൂയ ആമേൻ അതേ ജീവിതം തകർന്നു. ഹല്ലേലൂയ. സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, സുഹൃത്തുക്കൾ കുറ്റപ്പെടുത്തി, ഭാര്യ നിരുത്സാഹപ്പെടുത്തി. എന്നിട്ടും ആമേൻ ഇയ്യോബ് ദൈവത്തെ ആമേൻ മറന്നില്ല. ആമേൻ ദൈവത്തോട് പിറുപിറുത്തില്ല. ആമേൻ ദൈവത്തെ കൈവിട്ടില്ല. ഇന്ന് പലരും ആമേൻ ദൈവത്തെ ഉപേക്ഷിക്കുകയാ. ആമേൻ ദൈവത്തെ കൈവിടുകയാ. ഹല്ലേലൂയ. കാരണം എന്താ? ആമേൻ സമ്പത്ത് നഷ്ടപ്പെടുന്നു, ആരോഗ്യം നഷ്ടപ്പെടുന്നു, സുഹൃത്തുക്കൾ കുറ്റപ്പെടുത്തുന്നു, ഭാര്യ നിരുത്സാഹപ്പെടുത്തുന്നു, ഭർത്താക്കന്മാർ നിരുത്സാഹപ്പെടുത്തുന്നു. ആമേൻ. എന്നിട്ട് ഇന്ന് രാത്രി ആരോടോ ദൈവം ശാന്തമായി ഇടപെടുകയാ. അവൻ നിന്നെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, നിന്നെ ഒറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. ആമേൻ. രോഗം ആമേൻ ബാധിച്ച് ആമേൻ നിന്റെ ശരീരമാസകലം ആരോഗ്യം നഷ്ടപ്പെട്ട വേദനിക്കുന്നുണ്ടാകാം. ഹല്ലേലൂയ. ഇയ്യോബ് 13:15 ആമേൻ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനിൽ ആശ്രയിക്കും.
അതാണ് വിശ്വാസം. ഇന്ന് രാത്രി സാഹചര്യങ്ങൾ മാറി മറഞ്ഞാലും, ആരെല്ലാം നിന്നെ കുറ്റപ്പെടുത്തിയാലും, ആരെല്ലാം നിന്നെ നിരുത്സാഹപ്പെടുത്തിയാലും, ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ഭക്തനായ ഇയ്യോബിനെ പോലെ എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനിൽ ആശ്രയിക്കും, അതാണ് എന്റെ വിശ്വാസം. ഇന്ന് രാത്രി എത്ര പേർ പ്രതികരിക്കും? ആമേൻ ആമേൻ പറഞ്ഞാട്ട. ആമേൻ ഓൺലൈനിലുള്ളവർ ആമേൻ ടൈപ്പ് ചെയ്താട്ട. ആമേൻ ഇന്ന് പകൽ ഇത് നിനക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ, ഇന്ന് രാത്രി ആമേൻ ഈ ശുശ്രൂഷ നിനക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ, നിന്റെ പ്രിയപ്പെട്ടവർക്ക്, നിന്റെ കൂടപ്പിറപ്പിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ശുശ്രൂഷയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. പലരും നിരാശപ്പെട്ട്, ഒറ്റപ്പെട്ട്, സങ്കടപ്പെട്ട്, ആമേൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട്, ശരീരമാസകളിൽ രോഗം പേറി, ജീവിതം മടുത്തു, എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്ന് ചിന്തിക്കുമ്പോ ആ ചിന്തയ്ക്കപ്പുറമായി അവരെ ജീവനിലേക്ക് അവൻ നയിക്കുന്ന, നിത്യജീവനിലേക്ക് അടുപ്പിക്കുന്ന വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാകയാ. ഇന്ന് രാത്രി നിന്റെ ഷെയർ കൊണ്ട് ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. വായിച്ചാട്ടെ ഇയ്യോബിന്റെ പുസ്തകം 13:15. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. ഈ മേഖലയിലാണ് ഇന്ന് പലരും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. Praise the Lord. ദൈവം മുമ്പാകെ ആമേൻ അതേ വിശുദ്ധി ജീവിതം നയിക്കുവാൻ പലർക്കും കഴിയുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. മൂന്നാം ആമേൻ ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി വിശ്വാസ ജീവിതം നയിപ്പാനിടയാകണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോബ് പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനിൽ എന്ത് ചെയ്യും? ആശ്രയിക്കും. അതാണ് വിശ്വാസം. ഹല്ലേലൂയ. എബ്രായ ബാലന്മാര് പറഞ്ഞു, തീച്ചൂളക്കകത്ത് നിന്ന് വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ആമേൻ ഞങ്ങൾ ഈ ദൈവത്തെ വിടുന്ന പ്രശ്നമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമതായി, കഷ്ടത അവസാന വാക്കല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കഷ്ടമ, വേദനയ, രോദനമ, പ്രതിജ്ഞ. ഹല്ലേലൂയ. ആമേൻ. ഈ യോബിന്റെ പുസ്തകം 41 അധ്യായത്തിൽ ഹല്ലേലൂയ ആമേൻ അവസാനിച്ചില്ല. ആമേൻ 41 അധ്യായത്തിൽ അവസാനിച്ചില്ല. ഹല്ലേലൂയ. ആമേൻ. അതെ, യോബിന്റെ ആമേൻ ജീവിതത്തെ കുറിച്ച് 42 അധ്യായം ആമേൻ ഹല്ലേലൂയ ഉണ്ടായിരുന്നു കേട്ടോ. ആമേൻ. പലരും ചിന്തിക്കുന്നു, ഇവിടെ കൊണ്ട് ജീവിതം അവസാനിച്ചു, ഇവിടെ കൊണ്ട് ജീവിതം പരാജയപ്പെട്ടു, ആമേൻ ഇവിടെ ഫുൾ സ്റ്റോപ്പ് വീണു, ഇവിടെ തിരശീല വീണു, ഇനിയൊരു നല്ല കാലമില്ല, ഇനിയൊരു ജീവിതമില്ല, ഇനിയൊരു സന്തോഷമില്ല, ഇനിയൊരു സമാധാനമില്ല, എല്ലാം ഇവിടെ കൊണ്ട് പര്യവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. ആമേൻ. ഇയ്യോബിന്റെ പുസ്തകം 41 അധ്യായം കൊണ്ട് ആമേൻ ഇയ്യോബിന്റെ ജീവിതം അവസാനിച്ചില്ല, ഒരു പുതിയ അധ്യായം എഴുതി തുടങ്ങി. ആമേൻ. 42 അധ്യായം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനം 30:5. ആമേൻ. രാത്രിയിൽ കരച്ചിൽ വന്ന് പാർക്കും, രാവിലെയോ സന്തോഷഘോഷം വരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. പലരും രാത്രിയിൽ കരഞ്ഞുകൊണ്ട് ആമേൻ കിടക്കയിൽ സമയം ചെലവഴിക്കുന്നത്. ആമേൻ. വിങ്ങി പൊട്ടുകയാ. ആരൊക്കെയോ വേദനിപ്പിച്ച്, ആരൊക്കെയോ മറന്നു. ആമേൻ. പലതും കൈവിട്ടു പോയി. ആമേൻ. സങ്കടകരമായ അനുഭവങ്ങൾ, ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് സമയം പോക്കുകയാ. വായിച്ചാട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാ, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്നു, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്നു, രാപാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. യോബിന്റെ ജീവിതത്തിൽ ആമേൻ ഒരു സന്തോഷം കടന്നു വന്നു. ആമേൻ. അതാണ് ആമേൻ ഇന്നലകളെക്കാൾ അധികമായി സന്തോഷിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായി ദൈവത്തിന്റെ കരം തന്റെ ദാസന് വേണ്ടി ചലിപ്പാൻ ഇടയായത്. ഹല്ലേലൂയ. ആമേൻ. അതിജീവിക്കുവാൻ ശക്തി. ആമേൻ. ജീവിക്കുന്നത് എല്ലാവർക്കും സാധിക്കും, പക്ഷേ അതിജീവിക്കുവാൻ ദൈവകൃപ വേണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ. ജീവിക്കാൻ
ഹല്ലേലൂയ. ആമേൻ, ആമേൻ. എല്ലാവർക്കും സാധിക്കും. Praise the Lord. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും. പക്ഷേ പ്രശ്നങ്ങളെ അതിജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ എഴുതിയ കോരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ തന്റെ അനുഭവത്തിലൂടെ താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിച്ചാട്ട്. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി. അവൻ ശരീരമാസകലം വേദനയാ. അവൻ ശരീരത്തിൽ താൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ മറികടക്കുവാൻ 3 വട്ടം ദൈവസന്നിധിയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അവൻ സ്വർഗത്തിൽ ദൈവം അവനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. ഇന്ന് രാത്രിയിലും വീഴാതെ നിൽക്കുവാൻ, നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ അതിജീവിക്കുവാൻ, മറികടക്കുവാൻ ഉയരത്തിന് കൃപ മതി. ആമേൻ. മലനായ ഗോലിയാത്തിന് ആമേൻ നിലപരിചയാക്കുവാൻ അതെ മുന്നോട്ടടുക്കുന്ന ദാവീദിന്റെ കാതിൽ മുഴങ്ങിയ ഗോലിയാത്തിന്റെ ശബ്ദം, നീ ഒരു നായയെ എറിയാൻ വരുന്നത് പോലെ എന്റെ നേരെ വരുന്നത് എന്താ? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ കൂടപ്പിറപ്പേ, സഹോദര സഹോദരി, പലപ്പോഴും നിന്റെ കാതിൽ നീ കേൾക്കുന്ന ശബ്ദം, നീ ബലഹീനനാണ്, നീ അശക്തനാണ്, നിന്നെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്നാൽ ഭക്തനായ ദാവീദ് പറഞ്ഞു, ആമേൻ, നിന്നാൽ ഹല്ലേലൂയ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഹല്ലേലൂയ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഹല്ലേലൂയ. മാൻപേടയ്ക്ക് തുല്യമായ കാലുകളാക്കി നിന്റെ കാലുകളെ മാറ്റുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ആമേൻ. എന്റെ കൃപ നിനക്ക് മതി. ആമേൻ. നീ വീഴാതെ നിൽക്കുന്നതാ നിന്റെ ശക്തി കൊണ്ടല്ല, ദൈവ കൃപ കൊണ്ടാണ്. ഇന്നലകളിൽ നീ തകർന്നു പോകാതിരുന്നത്, ഇന്നലകളിൽ നിന്റെ പ്രായത്തിലുള്ള പലരും പരാജയപ്പെട്ട ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, പലരുടെ ജീവിതം അവസാനിപ്പിച്ചപ്പോൾ, ആമേൻ, പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയ, ശാരീരികമായ രോഗങ്ങളിലൂടെ കടന്നുപോയ, ആമേൻ, ആക്സിഡന്റുകൾ സംഭവിച്ചപ്പോൾ, ഹല്ലേലൂയ, അതിലൊന്നും നീ അകപ്പെട്ട് തകർന്നു പോകാതിരുന്നത് നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല, നിന്റെ പ്രാപ്തിയല്ല, ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. ആമേൻ. വീഴാതെ നിൽക്കുന്നത് നിന്റെ ശക്തി കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ഇന്ന് രാത്രി ആ കൃപ അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. 5-ാമതായി, തോൽവി നിന്റെ തിരിച്ചറിയൽ അല്ല. തോൽവി ആമേൻ നിന്റെ തിരിച്ചറിയൽ അല്ല. ആമേൻ. നീ പരാജയപ്പെട്ടവനാണ്. ആമേൻ. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനായിരുന്നു ദാവീദ്. ദാവീദ് ഒരിക്കൽ വീണു. ഒന്നാമനായി യേശുവിനെ അനുഗമിക്കുവാൻ ആമേൻ കോളിംഗ് ഉണ്ടായിരുന്നവനാണ്, സമർപ്പിക്കപ്പെട്ടവനാണ്, ഇറങ്ങിത്തിരിച്ചവനാണ്. ആമേൻ. പത്രോസ് വീണു. യോന ആമേൻ അനുസരണം കെട്ടവനായി ഓടി. ഇയ്യോബ് തകർന്നു. പക്ഷേ ദൈവം അവരെ ഒന്നും ഉപേക്ഷിച്ച് കളഞ്ഞു. ആമേൻ. മീഖയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലൂടെ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ഞാൻ വീണാൽ എഴുന്നേൽക്കും. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഇന്ന് രാത്രി ആമേൻ ആ വീഴ്ചയുടെ അഗാധത്തിൽ ഉയരുവാൻ കഴിയാതെ ആമേൻ കിടന്ന് ആമേൻ ആമേൻ അവിടെ അവസാനിക്കുവാനല്ല, ആമേൻ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരോട് കരുണ കാണിക്കുന്ന കരുണാമയനായ കർത്താവിന്റെ കരം ഇന്ന് രാത്രി ചിലരെ ചേർത്ത് പിടിക്കുകയാ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് ആമേൻ ദൈവം പിൻകാലത്ത് അനുഗ്രഹിക്കും എന്ന് ആമേൻ അതേ രേഖപ്പെടുത്തിയത്. യോബിന്റെ പുസ്തകം 42:12 യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവം നഷ്ടപ്പെട്ടത് മാത്രം തിരികെ തരുന്നില്ല, അതിലും അധികം നൽകുന്നു. ഹല്ലേലൂയ.
ആമേൻ യോവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ പ്രവാചകനിലൂടെ തന്റെ ജനത്തോട് ഇപ്രകാരം ഇടപെട്ടു. ഹല്ലേലൂയ. ആമേൻ വെട്ടിക്കിളി തിന്നുകളഞ്ഞ വർഷങ്ങളെ ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. പ്രൈസ് ദി ലോർഡ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യം വായിച്ചാൽ. Thank you, Lord Jesus. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഹല്ലേലൂയ. പ്രിയരെ, പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. ഇന്ന് പലരുടെയും പ്രത്യാശ നഷ്ടപ്പെടുകയാണ്. ആമേൻ. വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, ഇടപാടുകൾ കൊണ്ട് ഹല്ലേലൂയ പ്രത്യാശ നഷ്ടപ്പെടുകയാണ്. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവത്തിന്റെ വചനം, വെട്ടിക്കിളി തിന്നുകളഞ്ഞ വർഷങ്ങളെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പകരം നൽകും. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും ആമേൻ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനത്തിന്റെ ആഴം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വായിച്ചു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നാം അറിയുന്നു. എത്ര പേർ അറിയുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര ആമേൻ മനസ്സിലാക്കിയാലും ആമേൻ മനസ്സിലാക്കുവാൻ സാധിക്കാതായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഒരു കാലത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിച്ച പലരും പിന്മാറിപ്പോയിട്ട് ഇന്ന് ജീവനോടെ ഇരുന്നിട്ട് ആമേൻ അവരുടെ ശരീരത്തിൽ അവരഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതയുടെ ആധിക്യം എത്രയോ വലിയതെന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാ. അവരിൽ ഒരാളായി നീയും നാളെ ആമേൻ അതേ വെളിപ്പെടാതിരിക്കുക. അവരിൽ ഒരാളായി നീയും മാറ്റപ്പെടാതിരിക്കുക. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രരെ ചുംബിപ്പിനെന്ന ദൈവ ഭയത്തിൽ ജീവിപ്പാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, ഇപ്പോൾ മനസ്സിലാകുന്നില്ല, പക്ഷെ പിന്നീട് നീ സാക്ഷ്യം പറയും. ആമേൻ. ഇന്ന് അനേകർ ആ നിലയിൽ ആമേൻ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇയ്യോബിന്റെ ജീവിതത്തിൽ നാം ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ ആ വാക്യത്തിന്റെ താഴോട്ട് വായിക്കുമ്പോൾ വായിച്ചാട്ടെ 42-ന്റെ ഇങ്ങനെ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആടും അവന് 14,000 ആടുകളും 6,000 ഒട്ടകവും 6,000 ഒട്ടകങ്ങളും 1,000 കാളകളും 1,000 പെൺകഴുതയും 1,000 പെൺകഴുതയും ഉണ്ടായിരുന്നു. അവൻ ഭൗതികമായി ഇതൊക്കെ ഇയ്യോബിന് ലഭിച്ചു എന്ന്. പക്ഷേ ഭൂമിയിലെ എല്ലാ അനുഗ്രഹങ്ങളെക്കാൾ വലിയ അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഈ വസ്തുവകകളൊന്നും ആമേൻ ഇവിടെ നിന്ന് ആമേൻ കൊണ്ടുപോകുവാൻ കഴിയുന്നതല്ല. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നു. ഹല്ലേലൂയ. ജീവിതം അവസാനിക്കുന്നു. എന്നാൽ മരണമില്ല. ആമേൻ ഒരു നിത്യജീവനിലേക്ക് ആമേൻ മനുഷ്യന്റെ ആത്മാവ് പ്രവേശിപ്പാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. അപ്പോ ആമേൻ അവിടേക്ക് ആമേൻ കൊണ്ടുപോകുവാൻ ഈ ഭൂമിയിലെ ഒന്നിനും സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെ സ്വരൂപിച്ച വസ്തുവകകളും ഇവിടെ ആമേൻ വാങ്ങിക്കൂട്ടിയ ട്രോഫികളും
ആമേൻ ഇവിടെ ലഭിച്ച സർട്ടിഫിക്കറ്റും എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ട സമയമാണ് ജീവിതത്തിലെ മരണമെന്ന യാഥാർത്ഥ്യം കടന്നു വരുമ്പോൾ സംഭവിക്കുന്നത്. ആമേൻ ഇന്നിവിടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആമേൻ ഒച്ചയും ബഹളവും വെക്കുന്നവരുണ്ട്. ആമേൻ ഇവിടെ വീട് വെക്കാൻ വേണ്ടി, വസ്തു അളക്കാൻ വേണ്ടി, സ്വത്ത് ലഭിക്കാൻ വേണ്ടി ഒച്ചയും ബഹളവും വെക്കുന്നവരുണ്ട്. ഓർത്തോണം, ആമേൻ ഇതൊന്നും ആമേൻ മൃത്യു ആമേൻ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഇതൊന്നും അവിടേക്ക് കൊണ്ടുപോകുവാൻ നിനക്ക് സാധിക്കത്തില്ല. ഹല്ലേലൂയ. പ്രിയരേ, ഇവിടെ നിന്ന് ആമേൻ ദേഹം, ദേഹി, ആത്മാവ്, ഹല്ലേലൂയ, ഇത് വേർപിരിയുമ്പോൾ ആമേൻ ആത്മാവ് ആമേൻ സുരക്ഷിതമായ ഇടത്തേക്ക് എത്തപ്പെടണമെങ്കിൽ ഇവിടെ നീ ജീവനോടിരിക്കുമ്പോൾ അറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, ചില സത്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ആമേൻ യേശുക്രിസ്തുവിലൂടെയുള്ള പ്രത്യാശ. ആമേൻ പണം നഷ്ടപ്പെട്ടാൽ തിരികെ കിട്ടും, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാം. പക്ഷേ ആത്മാവ് നഷ്ടപ്പെട്ടാൽ, അതുകൊണ്ടാണ് ഹല്ലേലൂയ ആമേൻ ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ ഏതുമില്ല എന്ന് വചനം പറയുന്നത്. ആമേൻ ആത്മാവ് നഷ്ടപ്പെടാതെ ആമേൻ നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ ആമേൻ ആമേൻ ഇടയാകുവാൻ അത്രേ യേശു വന്നത്. ഹല്ലേലൂയ. നിന്റെ ആത്മാവിനെ രക്ഷിക്കുവാനാ യേശു വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഈ ലോക ജീവിതത്തിൽ സമ്പാദിക്കാൻ നീ പ്രയത്നിക്കുന്നു, ആമേൻ നീ കഷ്ടപ്പെടുന്നു, നീ അധ്വാനിക്കുന്നു, അതിവിടം കൊണ്ട് തീരും. എന്നാൽ ഇവിടം കൊണ്ട് തീരാത്ത ഒന്ന് ആത്മാവാണ്. ആ ആത്മാവ് നിത്യതയിൽ പ്രവേശിക്കണമെങ്കിൽ ആമേൻ യേശുവിലൂടെയുള്ള രക്ഷ, ഹല്ലേലൂയ, യേശുവിലൂടെയുള്ള ആ നിത്യതയെ കുറിച്ചുള്ള പ്രത്യാശയെ കുറിച്ചുള്ള അറിവ് ഉണ്ടായാൽ മാത്രം പോരാ. ആമേൻ അപ്രകാരം ജീവിക്കുവാൻ ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായി ഉണ്ടാകേണ്ടതിനും ഞാൻ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നേക്ക് 2026 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി യേശു ജനിച്ചത്. ഹല്ലേലൂയ. യേശു ഈ ലോകത്തിലേക്ക് വന്നത് പ്രൈസ് ദി ലോർഡ്. ആമേൻ നമ്മുടെയൊക്കെ രോഗം മാറ്റുവാൻ വേണ്ടി മാത്രമായിരുന്നില്ല. ആമേൻ നമ്മുടെ കടഭാരം മാറ്റുവാൻ വേണ്ടി മാത്രമായിരുന്നില്ല. നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകുവാൻ വേണ്ടി മാത്രമായിരുന്നില്ല. ആമേൻ ഈ ആമേൻ മണ്ണാകുന്ന ശരീരം ആമേൻ മണ്ണിൽ മറയപ്പെടുമ്പോൾ ആമേൻ അതെ ഇതിനകത്തെ ആത്മാവ് ഹല്ലേലൂയ നിത്യജീവനിലേക്ക് പ്രവേശിക്കേണ്ടതിന് ഹല്ലേലൂയ ആമേൻ ഏക മനുഷ്യൻ പാപം ചെയ്തത് മുഖാന്തരം ആമേൻ ദൈവത്തിൽ നകന്നു പോയ ആ കൂട്ടായ്മയെ പുനഃസ്ഥാപിക്കുവാൻ, ദൈവമായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ ആമേൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ. ആമേൻ ഏതെങ്കിലും പാപം ചെയ്ത ദൈവത്തിൽ നകന്നു പോയ ആത്മീയ മരണം സംഭവിച്ച മനുഷ്യനെ ആത്മീയ ജീവൻ നൽകുവാൻ. ഹല്ലേലൂയ. വായിച്ചാട്ടെ യോഹന്നാൻ 10:10. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ യേശു വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനാണ്. എങ്ങനെയുള്ള ജീവൻ? സമൃദ്ധിയായിട്ട് ഉള്ള ജീവൻ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ആമേൻ ഈ ജീവൻ നൽകുവാൻ ഹല്ലേലൂയ ആമേൻ യേശു ക്രൂശിൽ യാഗമായി. ഹല്ലേലൂയ. ആ ക്രൂശിലാണ് സ്നേഹത്തെ പ്രകടമാക്കിയത്. ആമേൻ. അതുകൊണ്ടാണ് ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകിയതത്രേ ലോകത്തെ സ്നേഹിച്ചത്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. പ്രിയരെ, നിന്റെ പരാജയത്തെക്കാൾ വലിയതാണ്
ദൈവ സ്നേഹം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിന്റെ പാപത്തെക്കാൾ വലിയതാണ് ക്രൂശ്. ആമേൻ. നിന്റെ കണ്ണുനീരിനേക്കാൾ വലിയതാണ് യേശുവിന്റെ കൃപ. ആമേൻ. നിത്യജീവന്റെ പ്രത്യാശ എന്താ പ്രിയരെ? ഈ ലോക ജീവിതം ആമേൻ താൽക്കാലികമാണ്, ക്ഷണികമാണ്. പക്ഷെ യേശു നൽകുന്ന ജീവൻ നിത്യമാണ്. ഹല്ലേലൂയ. അത് നിലനിൽക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ ആമേൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ആമേൻ. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവം നമുക്ക് നിത്യജീവൻ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നാളിതുവരെ ആ നിത്യജീവൻ പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആ നിത്യജീവൻ അവകാശിയായി മാറിയിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി യേശു ക്രിസ്തുവിലുള്ള ആ നിത്യജീവൻ തികച്ചും സൗജന്യമായി ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുകയാണ്. കേവലം ഇവിടുത്തെ ഭൗതിക നന്മകൾക്ക് വേണ്ടി മാത്രമല്ല, ഇവിടുത്തെ നഷ്ടത്തെ ലാഭമാക്കുവാൻ വേണ്ടി മാത്രമല്ല. ആമേൻ. പിതാവായ ദൈവം ഇന്ന് രാത്രി ആമേൻ തന്റെ വചനത്തിലൂടെ അത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഞാൻ വിശ്വാസത്തോടെ ആമേൻ ചില ജീവിതങ്ങളോട് ആമേൻ പ്രഖ്യാപിക്കുന്നു: തോറ്റുപോയെന്ന് കരുതുന്ന വീണ്ടും ഹല്ലേലൂയ ജീവിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. തോറ്റുപോയെന്ന് കരുതുന്നവർ വീണ്ടും എഴുന്നേൽക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടവർക്ക് പുതിയ ചില വാതിലുകൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. കരയുന്ന ആമേൻ ചില പ്രിയപ്പെട്ടവർ സന്തോഷിക്കുവാൻ ഇടയാകും. ആമേൻ. തകർന്ന കുടുംബങ്ങളിൽ സമാധാനം വരും. രോഗികളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കും. നിരാശയായവർക്ക് പുതിയ പ്രത്യാശ ലഭിക്കും. ആമേൻ. യേശുവിനെ അന്വേഷിക്കുന്നവർ അവനെ കണ്ടെത്തും. ആമേൻ. ചിലരുടെ ജീവിതത്തിൽ ഇന്ന് പുതിയ തുടക്കം ആരംഭിക്കും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഇരു കരങ്ങളും ചേർത്തടിച്ച് നന്ദിയോടെ കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോബ് ആമേൻ തന്റെ കഷ്ടതയിൽ, തന്റെ വേദനയിൽ തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാർ. പ്രിയരെ, എല്ലാം നഷ്ടപ്പെട്ടിട്ട്, എല്ലാം എതിരായിട്ട്, തന്റെ ജീവിത പങ്കാളി പോലും തന്റെ കൂടെ ഇല്ലാതായപ്പോഴും ആമേൻ താൻ ദൈവമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം വിച്ഛേദിക്കാതെ, അതിയെങ്കിൽ കൈപ്പാകി അന്ത്യമോ മധുരമത്രേ, അതിയെങ്കിൽ കൈപ്പാകി അന്ത്യമോ മധുരമത്രേ, പരപരമേശ നീ എത്രേ പ്രിയരെ, യോബിന്റെ ദൈവം ഇന്ന് ജീവിക്കുന്നു. നിന്റെ മുൻകാലം വേദന നിറഞ്ഞതായിരിക്കും, പക്ഷേ ദൈവം നിന്റെ പിൻകാലം മഹത്വമുള്ളതാക്കും. ജീവിക്കാൻ മാത്രമല്ല, അതിജീവിക്കാനും വിജയിക്കാനും സാക്ഷ്യം പറയാനും നിത്യജീവനിലേക്ക് നടക്കാനും യേശു ക്രിസ്തു മതിയാണ്. യഹോവ യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. ആ ദൈവം നിന്റെ ജീവിതവും മാറ്റും. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഇന്ന് ഈ ലൈവിൽ ഒത്തിരി പേരൊന്നും ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം. ആമേൻ. ചില കാരണങ്ങൾ കൊണ്ട് ആമേൻ അനുദിനം ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകുവാൻ, ഭാഗവാക്കാകുവാൻ കഴിയാഞ്ഞത് കൊണ്ട്, പലർക്കും ഇതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാതെ പോകുന്നത് കൊണ്ട് ഇന്ന് രാത്രി പലരും ഈ കൂട്ടായ്മയിൽ പങ്കാളികളായില്ലെങ്കിലും വരും ദിനങ്ങളിൽ ഈ സന്ദേശം ചില ജീവിതങ്ങളെ ക്രിസ്തുവിങ്കിലേക്ക് അടുപ്പിക്കും
ആമേൻ, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് രാത്രി കേവലം ഭൗതിക നന്മകൾക്ക് വേണ്ടി മാത്രമല്ല, ഭൗതിക അഭിവൃദ്ധികൾക്ക് വേണ്ടി മാത്രമല്ല, നിത്യജീവനിലേക്ക് അപ്രത്യാശയിൽ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ആമേൻ, സഭ എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ നാമം എടുക്കപ്പെടേണ്ടതിന് ഒരുക്കമുള്ളവരായി ജീവിപ്പാൻ ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കും. എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. ആമേൻ. ഇന്ന് രാത്രി ഈ ലൈവിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ, ഹല്ലേലൂയ. ഒരുപക്ഷേ ഇന്ന് രാത്രി നാം കേട്ടതുപോലെ ഒരുപാട് വേദനകൾ പേറിയായിരിക്കാം, നൊമ്പരപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന വിഷയങ്ങൾ ആയിട്ടായിരിക്കാം ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത്. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ രോഗമാകാം, ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച ചില വിഷയങ്ങളാകാം, ആ കടഭാരമാകാം, ആ കുഞ്ഞുങ്ങളുടെ വിഷയമാകാം, എന്തുമാകട്ടെ, ആ ജോലിയോടുള്ള വിഷയമാകാം, ആ ഭവനത്തിന്റെ പണിയോടുള്ള വിഷയമാകാം. ആമേൻ, ഹല്ലേലൂയ. ആ അയൽപക്കക്കാരുമായിട്ടുള്ള വിഷയമാകാം, ആ ബാങ്ക് സംബന്ധമായ വിഷയമാകാം, ഹോസ്പിറ്റൽ സംബന്ധിച്ചുള്ള വിഷയമാകാം, ജീവിത പങ്കാളിയുമായിട്ടുള്ള വിഷയമാകാം, ആ വസ്തു സംബന്ധിച്ചുള്ള വിഷയമാകാം. പ്രിയരെ, യോബിന്റെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു, യോബിന്റെ തലമുറകൾ നഷ്ടപ്പെട്ടു, യോബിന്റെ ഭാര്യ നഷ്ടപ്പെട്ടു, യോബിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. യോബിന്റെ ദൈവം ഇന്ന് ജീവിക്കുന്നു. പ്രിയരെ, കത്തി കൊണ്ട് കുത്തി നോവിക്കുന്ന പോലെയുള്ള വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചവരുണ്ടാകാം. നിന്റെ പിൻകാലം മഹത്വമുള്ളതാണ്. എങ്ങനെയെങ്കിലും ജീവിക്കാൻ മാത്രമല്ല, നീ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നിന്നെ കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റുന്ന ദൈവ സാന്നിധ്യം രാത്രി ചില ജീവിതങ്ങളിൽ വെളിപ്പെടുത്തും. ആമേൻ. മുടങ്ങിക്കിടക്കുന്ന ചില സംരംഭങ്ങൾ ആമേൻ പുനഃസ്ഥാപിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഇന്ന് രാത്രി ചില ജീവിതങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്ന രാത്രിയാണ്. എത്ര മരുന്ന് കഴിച്ചിട്ടും ഭേദമാകാത്ത, എത്ര കേസ് കൊടുത്തിട്ടും പരിഹരിക്കപ്പെടാത്ത, എത്ര മധ്യസ്ഥം വെച്ചിട്ടും പരിഹരിക്കപ്പെടാത്ത ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി സ്വർഗത്തിന്റെ കരം ചലിക്കുന്ന രാത്രി. ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഉദര സംബന്ധമായി ആമേൻ 6 വർഷമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആമേൻ ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗത്തിന്റെ കരം ആ വിഷയത്തിനകത്ത് ഇടപെടുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. കോടതികളിൽ ആമേൻ കയറി ഇറങ്ങി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ആമേൻ ഇന്ന് രാത്രി ആമേൻ സ്വർഗത്തിന്റെ കരം ഇടപെടുന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. ചില മേഖലകളെ അതിജീവിക്കുവാൻ, ആമേൻ, ഇന്നലകളിൽ പരാജയപ്പെട്ട് കിടക്കുന്ന ചില മേഖലകളെ വിജയിക്കാനും, ഹല്ലേലൂയ, സാക്ഷ്യം പറയുവാൻ, നിത്യ ജീവനിലേക്ക് നടക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുദപിക്കുന്ന, ആമേൻ, മടങ്ങി വരുന്ന, ആമേൻ, ഹല്ലേലൂയ, ചില ജീവിതങ്ങൾക്കായി ദൈവം, ആമേൻ, പ്രവർത്തിക്കും. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ രാത്രിയിൽ ഈ ലൈവിൽ പങ്കെടുത്ത ഓരോ പ്രിയപ്പെട്ടവരെയും, ഓരോ മകനെയും മകളെയും, ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തകർന്ന ഹൃദയങ്ങളെ സ്പർശിക്കണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് കുടുംബജീവിതത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ദാമ്പത്തിക ജീവിതത്തിൽ, ബിസിനസ്സിൽ, കർത്താവേ, നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ പുതിയ പ്രത്യാശ നൽകി മാനിക്കണം. രോഗികളായി, ആമേൻ, രോഗത്താൽ വേദനിക്കുന്നവരുടെ മേൽ അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം സ്പർശിക്കണം ഇപ്പോൾ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള ആ വചനത്തിന്റെ ശക്തി രോഗത്താൽ വേദനിക്കുന്നവരുടെ മേൽ ആ സൗഖ്യത്തിന്റെ കരം വരട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ കഴിയുന്നവർക്ക്, ആമേൻ, പുതിയ വാതിലുകൾ തുറക്കട്ടെ. കുടുംബങ്ങളിൽ സമാധാനവും ഐക്യവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് കണ്ണുനീരോടെ, ആമേൻ, ഈ കൂട്ടായ്മയിൽ പങ്കാളികളായി തീരുമാനമെടുത്തവർ, പ്രാർത്ഥിച്ചവർ, ആമേൻ, നാളെയെങ്കിലും സാക്ഷ്യത്തോടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചതുപോലെ ഇന്ന് രാത്രി ഈ വചനം കേട്ട ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപ്രകാരം നിറവേറട്ടെ. അതിജീവിക്കുവാനുള്ള ശക്തിയും മുന്നോട്ട് പോകുവാനുള്ള ധൈര്യവും യേശുവിൽ വിശ്വസിക്കുവാനുള്ള കൃപയും നിത്യ ജീവന്റെ ഉറപ്പ് നൽകി അവിടുന്ന് മാനിക്കണമേ. കർത്താവേ, ഏതെല്ലാം വിഷയത്തിൽ ഭാരത്തോടായിരിക്കുന്നുവോ ആ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. അവിടുത്തെ ദാസൻ എന്ന നിലയിൽ കർത്താവേ, ഇന്ന് രാത്രി ആവശ്യഭാരത്തോടെ ആയിരിക്കുന്ന ജീവിതങ്ങളെ അവിടുന്ന് നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരം നൽകിയവനെ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നുവെന്ന് അരുളി ചെയ്ത കർത്താവേ, അവിടുന്ന് നൽകിയിരിക്കുന്ന ആത്മീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് രാത്രി അനുഗ്രഹിക്കുകയാണ്. ഏതെല്ലാം വിഷയത്തിനകത്ത് വിടുതൽ കാണുവാൻ ആഗ്രഹിക്കുന്നുവോ ഇന്ന് രാത്രി അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി വെളിപ്പെടട്ടെ. The name of Jesus. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജീവിത പങ്കാളികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യോബിന്റെ മുൻകാലത്തേക്കാൾ പിൻകാലത്തേക്കാൾ, ഹല്ലേലൂയ, ആമേൻ,
അതേ മുൻകാലത്തെക്കാൾ പിൻകാലത്തെ അനുഗ്രഹിച്ച ദൈവമേ, ഇന്ന് രാത്രി നിറഞ്ഞ മനസ്സോടെ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കും. എബനേസറായി കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ആമേൻ. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി പങ്കിട്ട് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ബോക്സ് ആമേൻ നിങ്ങളുടെ വിഷയങ്ങൾ അറിയിക്കുക. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവഹിതമായ നാളെ രാവിലെ 6:30 ആമേൻ, അതെ, സ്നേഹതീരം പ്രയർ ഫാമിലി അതിരാവിലെ തിരുസന്നിധി ബ്ലെസ്സിംഗ് ടുഡേ. ആമേൻ. അതെ, നമുക്ക് ഒരുമിച്ച് കൂടാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. യേശുവേ എൻ ശക്തിയും ബലവും, ജീവിത യാത്രയിൽ തുണയും, തകർന്ന വേളയിൽ കാങ്ങായവൻ, കണ്ണീരിൻ രാത്രിയിൽ കാവലായവൻ, ഈയോബിൻ ദൈവം ഇന്നും ജീവിക്കും, നഷ്ടങ്ങൾക്കപ്പുറം അനുഗ്രഹം തരും, വീണുപോയാലും ഉയർത്തിടുന്നവൻ, തോற்றവനെ ജയിപ്പിച്ചിടുന്നവൻ, നിരാശയുടെ മേഘം മാറ്റിടും, പ്രത്യാശയുടെ വെളിച്ചം നൽകിടും. യേശുവേ എൻ ശക്തിയും ബലവും, ജീവിത യാത്രയിൽ തുണയും, തകർന്ന വേളയിൽ കാവായവൻ, കണ്ണീരിൻ രാത്രിയിൽ കാവലായവൻ, യേശുവേ നീ ജീവനാം ദൈവമേ, പ്രത്യാശയും രക്ഷകനും, ഹല്ലേലൂയ പാടിടാം, യേശുനാമം ഉയർത്തിടാം, നിത്യജീവൻ നൽകുന്നവനെ എന്നും എന്നേക്കും ആരാധിക്കാം.